തളർന്നു കിടക്കുന്ന വിശ്വാസ സമൂഹത്തെ, തളർന്നു കിടക്കുന്ന എൻ്റെ സമുദായത്തെ അവകാശ നിഷേധം കൊണ്ട് തളർച്ച ബാധിച്ച, ആനുകൂല്യങ്ങളുടെ നിഷേധം കൊണ്ട് തളർച്ച ബാധിച്ച, ജീവിക്കാനുള്ള സാഹചര്യങ്ങളുടെ നിഷേധം കൊണ്ട് തളർച്ച ബാധിച്ച എൻ്റെ സമൂഹത്തിൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കാനുള്ള സമയം എനിക്കുണ്ടോ എന്നുള്ളതാണ് ഈ വചനം എൻ്റെ നേരെ കൊളുത്തിവിടുന്ന ആദ്യത്തെ ഈ അഗ്നേയാസ്ത്രം എന്ന് എനിക്ക് തോന്നുകയാണ്. ഇത് വന്ന് കൊള്ളുകയാണ് എൻ്റെ ചങ്കിൽ. എനിക്ക് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് ഈ വചനം എൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അടുത്ത ചോദ്യമാണ്, അടുത്ത വാക്കാണ് ഇന്ന് ഈ സഭൈക്യത്തിൻ്റെ കീ വേഡ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ സമുദായ സമുദ്ധാരണത്തിൻ്റെ കീ വേഡ് എന്ന് പറയുന്നത് അടുത്ത വാക്കാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് അടുത്ത വാക്ക്? അടുത്ത വാക്ക് ഈ പത്രോസ് സ്ലീഹ, ഈശോയുടെ അഭിഷിക്തൻ, ഈ സ്ലീഹ ഈ തളർന്നു കിടക്കുന്ന ഈ മുടന്തൻ്റെ നേരെ സൂക്ഷിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക്, അവൻ്റെ അസുന്ദരമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് അവനോട് പറയുകയാണ്, ഞങ്ങളുടെ നേരെ നോക്കുക, ഞങ്ങളുടെ നേരെ നോക്കുക, ഞങ്ങളുടെ നേരെ നോക്കുക. എനിക്ക് പറയാൻ പറ്റുന്നില്ല. പത്രോസ് സ്ലീഹായ്ക്ക് പറയാൻ കഴിയുന്നു, അനവധി അഭിഷിക്തർക്ക് പറയാൻ കഴിയുന്നുണ്ടാവാം. എന്നാൽ വിശ്വാസ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ അതിജീവനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രതിസന്ധികളിൽ ഉഴലുന്ന ഈ മക്കളുടെ അരികിലേക്ക് ചെന്ന് അവൻ്റെ കെടുതികളിലേക്ക് കാരുണ്യത്തോടു കൂടി കണ്ണയച്ചിട്ട് ഞങ്ങളുടെ നേരെ നോക്കുക എന്ന് പറയാനുള്ള അരൂപിയുടെ നിറവുണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും. ഇതൊരു പുരോഹിതൻ്റെ മാത്രം ദൗത്യമല്ല, ഇതൊരു മെത്രാൻ്റെ മാത്രം ദൗത്യമല്ല, ഇത് സമർപ്പിതരുടെ മാത്രം ദൗത്യമല്ല, ഇത് ഓരോ വിശ്വാസിയുടെയും ദൗത്യമാണ്. തളർന്നു കിടക്കുന്ന സഹോദരൻ്റെ അരികിൽ ചെന്നിട്ട് എൻ്റെ നേരെ നോക്കുക എന്ന് പറയാനുള്ള ഒരു കരുത്ത്, അത് വിശ്വാസത്തിൻ്റെ ഒരു കരുത്താണ്. ആ കരുത്ത് എനിക്കുണ്ടാകണം. ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ആ കരുത്ത് എനിക്ക് ഇന്നുണ്ടാകണം. ആ പുരോഹിതൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു സമർപ്പിതൻ എന്നുള്ള നിലയിൽ, ഒരു സന്യാസിനി എന്നുള്ള നിലയിൽ, സന്യാസ വൈദികൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടാകണം ഈ ഒരു കരുത്ത്. ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന എൻ്റെ നേരെ നോക്കുക എന്ന് പറയാനുള്ള ഒരു ധൈര്യം. ഒന്നും നേരെ നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ ഈശോയുടെ ആദ്യത്തെ ഉപമയിലെ പുരോഹിതൻ്റെ ചരിത്രം പറഞ്ഞ ആ വൈരൂപ്യം മാറ്റി എഴുതുകയാണ് ഇവിടെ പത്രോസും യോഹന്നാനും. സഭയുടെ ഐക്യം എന്ന് പറയുന്നത് വിശ്വാസിയും ആത്മീയ നേതൃത്വവും തമ്മിലുള്ള ഐക്യമാണ്. സഭയുടെ ഐക്യം എന്ന് പറയുന്നത് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യമാണ്. സഭയുടെ ഐക്യം എന്ന് പറയുന്നത് ആത്മീയ നേതൃത്വങ്ങൾ, നേതാക്കൾ തമ്മിലുള്ള ഐക്യമാണ്. മുറിവേറ്റ് കിടക്കുന്നത് ഒരു പക്ഷേ അഭിഷിക്തനാവാം, അഭിമന്യരാവാം. കൈകൊടുത്ത് പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ടവൻ അരികിൽ ചെന്ന് നിന്ന് പറയണം, എൻ്റെ നേരെ നോക്കുക. സ്വർണമോ വെള്ളിയോ എനിക്ക് തരാനില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇതാണ് വചനം, ഇതാണ് വചനം. എൻ്റെ ഉള്ളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഈ തളർന്നു കിടക്കുന്ന വിശ്വാസത്തിൽ തളർച്ച വന്നിട്ടുള്ള, വിശ്വസ്തതയിൽ തളർച്ച വന്നിട്ടുള്ള, പരസ്പര വിശ്വാസത്തിൽ തളർച്ച വന്നിട്ടുള്ള ഓരോ വ്യക്തിയുടെയും അരികിൽ ചെന്ന് പറയാനുള്ള ആത്മാവിൻ്റെ നിറവിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ
ഈ ഐക്യം എന്നത്. ഇതില്ലാതെ അടച്ചിട്ട മുറികളിൽ ഇരുന്ന് നമ്മൾ നടത്തുന്ന ആത്മീയ ചർച്ചകളുടെ അന്ത്യം എന്ന് പറയുന്നത് കണ്ണിൽ കണ്ണിൽ നോക്കാനുള്ള, നേരെ നോക്ക് എന്ന് പറയാനുള്ള കരുത്തില്ലായ്മയായി ഒടുങ്ങുന്നതിൻ്റെ വർത്തമാനകാല അനുഭവത്തിൻ്റെ കെടുതിയിലാണ് ഇന്നത്തെ കേരള സഭ. അതുകൊണ്ടാണ് വഴിയോരങ്ങളിൽ കിടന്ന് നിലവിളികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗതികേടുകൾ ഇവിടെ കുന്നുകൂടുന്നത്. കുന്നുകളെല്ലാം മാഞ്ഞു ധരയിൽ, കുന്നായ്മകളുടെ കുന്നുകൾ കാണുക എന്ന അയ്യപ്പ പണിക്കരെ പോലെയുള്ള കവികൾ പാടിയതിൻ്റെ പശ്ചാത്തലം ഇന്ന് ഈ വർത്തമാനകാലത്തിൽ പുനർവായനയ്ക്ക് വിധേയമാവുകയാണ്. ഒന്ന് നേരെ നോക്കി, എൻ്റെ ഉള്ളിലുള്ള ഈശോയെ ഞാൻ നിനക്ക് തരാം, നിൻ്റെ ഉള്ളിലുള്ള ഈശോയുടെ ചൈതന്യത്തിലേക്ക് എൻ്റെ ഉള്ളിലുള്ള ഈശോയുടെ ചൈതന്യം ഒന്ന് മുട്ടട്ടെ എന്ന് പറയാനുള്ള, ഒരു കുനിയാനുള്ള, ഒന്ന് ചെറുതാകാനുള്ള ഒരു മനസ്സ് ഈശോ ഈ കാലത്തെ നയിക്കുന്ന ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി നീ വർഷിക്കണമേ. ഞങ്ങളുടെ സഭ മുറിഞ്ഞു പോകാതിരിക്കട്ടെ, ഞങ്ങളുടെ സഭ ഒന്നാകട്ടെ, ഞങ്ങളുടെ സഭയെ ഒരുമിപ്പിക്കാനുള്ള ശക്തി അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയായി ഞങ്ങളിലേക്ക് വർഷിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ആത്മാവിനെ വർഷിക്കണമേ ഈശോയെ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. 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 പ്രിയമുള്ളവരെ, മനസ്സ് തളർന്നു കിടക്കുകയാണ്. സുന്ദരമായ കവാടങ്ങൾക്ക് മുമ്പിൽ വിശ്വാസി ലക്ഷങ്ങൾ. ഈ സഭയിലെ അംഗമാണ് എന്ന് പറയാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി പോലുമില്ലാതെ തളർന്നു കിടപ്പുണ്ട് ഒത്തിരി പേർ. കവാടങ്ങൾ സുന്ദരമാക്കാനുള്ള തിരക്കിൽ തളർന്നു കിടക്കുന്നവരെ കാണാതെ പോകരുതേ എന്ന് ഈ കാലം കർത്താവിൻ്റെ വചനത്തിലൂടെ എല്ലാ ആത്മീയ നേതാക്കളോടും അപേക്ഷിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വന്ന് നിറയുകയാണ്, ജ്വലിപ്പിക്കുകയാണ്, തിരുവചനങ്ങളിൽ തീ പിടിപ്പിക്കുകയാണ്. ഈ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും ഐക്യത്തിൻ്റെ അഗ്നി ആളിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പത്രോസ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും കൂടി ചെയ്ത കാര്യം നമ്മൾ ഓർക്കണം. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായും യോഹന്നാൻ സ്ലീഹ അത് നോക്കിക്കൊണ്ട് നിൽക്കില്ല, ഇടത്ത് കൈക്ക് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വലത്ത് കൈക്കും ഇടത്ത് കൈക്കും കൂടി പിടിച്ച് ഇങ്ങനെ ഈ തളർന്നു കിടക്കുന്ന ഈ വിശ്വാസിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവൻ്റെ ബലമെന്ന് പറയുന്നത് ഈശോ എന്ന നാമമാണ് എന്ന്, യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് എന്ന് രണ്ടു വശങ്ങളിലും നിന്ന് ഈ വിശ്വാസിയുടെ കാതുകളിലേക്ക് മന്ത്രിക്കുന്നത് ഒരേ സ്വരമാണ്,
ഒരേ സ്വരമാണ്. അഭിഷിക്തരുടെ ഐക്യത്തിൻ്റെ സ്വരമാണത്. അഭിഷിക്തരുടെ ഐക്യത്തിൻ്റെ സ്വരം ഇരുവശങ്ങളിലും നിന്നുയർന്നാൽ നടുവിൽ വിശ്വാസ സമൂഹം ഉയർത്തെഴുന്നേൽക്കും, തളർച്ച മാറ്റി കുതിച്ചെഴുന്നേൽക്കും. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കുക. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. ഓർക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തളർന്നു കിടന്ന് ഈ ദേവാലയത്തിൻ്റെ അധിപന്മാരോട് ഈ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇങ്ങനെ കൈനീട്ടി നിൽക്കുന്ന ഈ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികളെയല്ല ഈ വചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. പരസ്പരം കൈ കോർത്ത് പിടിച്ച് പിടഞ്ഞു കിടക്കുന്നവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൻ്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിൻ്റെ നാമം, ജീവനുള്ള നാമം, കരുത്തുറ്റ നാമം മുദ്ര ചെയ്ത് കൊടുത്തിട്ട് അവൻ്റെ കണങ്കാലുകളിലും അവൻ്റെ ഉള്ളറകളിലും ക്രിസ്തു നിറഞ്ഞൊഴുകുന്നതിൻ്റെ ആഹ്ലാദ നർത്തനം കണ്ട് ആനന്ദിച്ചിട്ടാണ് അവർ ദേവാലയത്തിലേക്ക് കടക്കുന്നത്. ഈ പുരോഹിതർ പത്രോസും യോഹന്നാനും സുന്ദര കവാടത്തിൽ കൂടി 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ തളർന്നു കിടക്കുന്ന ഒരുവൻ പോലും ദേവാലയത്തിൻ്റെ വാതിലിൻ്റെ മുറ്റത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണെന്ന് ഓർക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ. ബലി നടക്കുന്നത് തളർച്ച മാറ്റിയിട്ടാണ്. ബലിക്കല്ലിലേക്ക് നടന്നടുക്കുന്നതും തളർന്നു കിടക്കുന്ന വിശ്വാസികളെ ഉണർത്തിയെടുത്തിട്ടാണ്. ആരും നിലവിളിച്ചുകൊണ്ട് അൾത്താരയിലേക്ക് വരുന്നില്ല, പകരം തുള്ളിച്ചാടിക്കൊണ്ടാണ് അൾത്താരയിലേക്ക് വരുന്നതെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തുള്ളിച്ചാടുന്ന ഒരു സമൂഹത്തെ, ആഹ്ലാദ നർത്തനം ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനുള്ള ആത്മീയ നേതൃത്വത്തിൻ്റെ കരുത്തിൻ്റെ പുതിയ ചിത്രമാണ് ഈ പത്രോസും യോഹന്നാനും എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കുന്നുണ്ട്. ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ തളർച്ച ബാധിച്ചവർ, വിശ്വാസത്തിന് തളർച്ച ബാധിച്ചവർ, അഭിമാനത്തിന് തളർച്ച ബാധിച്ചവർ, മുറിവേറ്റവർ, അവശേഷിക്കാത്ത പള്ളിമുറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ ഐക്യത്തിൻ്റെ കാലഘട്ടം, ഈ ഐക്യത്തിൻ്റെ ദിനരാത്രങ്ങൾ പ്രഘോഷിക്കപ്പെടട്ടെ. ഇവിടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. മുറിവേറ്റവർ സുന്ദരമായ കവാടങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അസുന്ദരമായ പദപ്രയോഗങ്ങൾ കൊണ്ട് അഭിഷിക്തരെ അശ്ലീലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഓർക്കണം, ഇത് മുറിവേറ്റവരുടെ മുറിവുകൾ അവശേഷിപ്പിച്ചിട്ട് ബലിയർപ്പിക്കുവാൻ പോയ ഒരു വിശ്വാസി നേതാവിൻ്റെ, ഒരു ആത്മീയ നേതാവിൻ്റെ, അഭിഷിക്തൻ്റെ, ശ്ലീഹായുടെ ചരിത്രമുറങ്ങുന്ന സഭയല്ലിത്. മുറിവുണക്കിയിട്ട് തളർച്ച മാറ്റിയിട്ട് കൈകൊടുത്തെഴുന്നേൽപ്പിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ജീവൻ പങ്കുവെച്ചു കൊടുത്തിട്ട് തളർന്നു കിടന്നവരുടെ കൂടെ തുള്ളിച്ചാടി ആഹ്ലാദ നർത്തനം നടത്തി അൾത്താരയിലേക്ക് ബലിയർപ്പിക്കുവാൻ പോകുന്ന പുരോഹിതരുടെ ചിത്രമാണ് ഈ കാലം ഈ വിശുദ്ധ വചനത്തിൽ നിന്ന് പെറുക്കിയെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത്.